ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം താധാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ രാമായണ യാത്രയുടെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭരതനും ശത്രുഘ്നനും അമ്മമാരും അയോധ്യാവാസികളും ഗുരുജനങ്ങളെല്ലാം കൂടി സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ചിറങ്ങി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നിടത്ത് ആണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഭരതൻ അതുപോലെ തന്നെ ശത്രുഘ്നൻ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ അമ്മമാരെ ശ്രീരാമൻ ആ സമയം വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ നമസ്കാരം ഭരതനെ മാറോട് ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം എന്താണ് അവിടെ നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉഗ്രതൃഷാർത്തമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തന്തിരുമേനി മനോധൃതം. രോധനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനോ ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമായ ശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഉടമോദം മുലയും ചുരന്നു തഥ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാഥരാൽ. ഇവിടെ ഈ ശ്രീരാമചന്ദ്രൻ അമ്മമാരെ കണ്ടു, അമ്മമാർ ശ്രീരാമചന്ദ്രനെയും കണ്ടു എന്നർത്ഥം. അത്ര വരെ ഭരതനായിട്ട് അതുപോലെ ശത്രുഘ്നായിട്ടും ലക്ഷ്മണൻ അവരൊക്കെ ആ നാലാൾക്കാരുടെ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാഴ്ച വളരെയേറെ ആനന്ദമുളവാക്കുന്ന തരത്തിലുള്ള കാഴ്ചയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ ഈ ശ്രീരാമനും ഈ അമ്മമാരും തമ്മിൽ കാണുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇവിടെ കവി വർണ്ണിക്കുന്നത് ദാഹം കൊണ്ട് വലഞ്ഞ പശുക്കള്, ആ പശുക്കള് ജലാശയം കണ്ടു എന്നിരിക്കട്ടെ. ആ അവസരത്തിൽ ആ പശുക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥ പോലെ അവർ തുള്ളിച്ചാടി ആ ജലാശയത്തിനരികിലെത്തിയിട്ട് ആ ജലാശയം ഒരു നോട്ടമുണ്ട്. അതുപോലെയാണ് അമ്മമാർ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ആ പൂമേനി കണ്ടു നിന്നത് എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത്. അമ്മമാരെ കണ്ട ഉടൻ തന്നെ രാഘവൻ വേഗം പോയി സ്വന്തം മാതാവായ കൗസല്യയുടെ കാൽക്കൽ അങ്ങോട്ട് വീണു. അവിടെ നമസ്കരിച്ചതിന് ശേഷം അവിടുന്ന് ആ അമ്മ ഈ പറയുന്ന രാഘവനെ ചേർത്ത് നെഞ്ചോട് പിടിച്ചു. ആ അമ്മയുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് വീഴുന്ന കണ്ണുനീര് ആ രാഘവന്റെ ശിരസിൽ ആകെയായി. ഈ അവസരത്തിൽ വാത്സല്യ ആധിക്യത്താൽ ആ അമ്മയുടെ മുലപ്പാൽ പോലും ചുരന്നുപോയി എന്ന് വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നത്. കാരണം വെച്ചാൽ ആ അമ്മയുടെ വാത്സല്യമാണ് യഥാർത്ഥത്തിൽ ഒരു മുലപ്പാൽ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൃതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യം. അത് ഈ മകനെ കണ്ടപ്പോൾ ഈ അമ്മയുടെ മുലപ്പാൽ പോലും ചുരന്നു എന്നിവിടെ പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന രാഘവൻ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീരാമചന്ദ്രനെ മറ്റുള്ള അമ്മമാരും എല്ലാം തന്നെ ആലിംഗനം ചെയ്തു എന്ന് പറയും. നേരത്തെ പറഞ്ഞ കൈകേയി അടക്കം
ഇവിടെ ശ്രീരാമചന്ദ്രന് ഒരാളോടും പകയോ വിദ്വേഷമോ ഈർഷയോ ഇല്ല. കൈകേയിയാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, അതുകൊണ്ട് ഞാൻ ആ കൈകേയിയോട് മുഖത്ത് പോലും നോക്കില്ല എന്നും അവിടെ പറയുന്നില്ല കേട്ടോ. നമ്മുടെ മനുഷ്യരിൽ നിന്നും കുറച്ചുകൂടി ഉത്തമനായ പുരുഷനായിട്ട് അവിടെ ശ്രീരാമൻ മാറുകയാണ്. കാരണം ഒരാളോടും വിദ്വേഷമില്ലാത്തൊരവസ്ഥ. നമ്മളൊക്കെ ആരെങ്കിലും ഇപ്പോൾ സഹോദരി ആവട്ടെ സഹോദരനാവട്ടെ ആരെങ്കിലായിട്ട് എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം വരെ അവരായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യന്മാരായ സാധാരണക്കാർ. എല്ലാവരും എന്നല്ല, ഒരുവിധം ആൾക്കാർ. അപ്പോൾ അവർ ഇവിടെ ശ്രീരാമചന്ദ്രനെ മാതൃകയാക്കിയതുകൊണ്ട്, കാരണം ശ്രീരാമചന്ദ്രനെ നിത്യ നരകത്തിലേക്ക് തള്ളിവിടും വിധത്തിൽ വനത്തിലേക്ക് തള്ളിവിട്ട ആ മാതാവിനെ കണ്ടപ്പോൾ പോലും നമസ്കരിക്കുവാനും ആ അമ്മയെ വാരിപ്പുണർന്ന് സ്വാന്തനിപ്പിക്കാനും ശ്രമിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഇവിടെ കാണാൻ കഴിയും. നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കണം എന്നുള്ളൊരു തത്വം ശ്രീരാമചന്ദ്രൻ നമുക്ക് പറഞ്ഞു തരുന്നു എന്നർത്ഥം. അപ്പോൾ എല്ലാ അമ്മമാരെയും ശ്രീരാമചന്ദ്രൻ നമസ്കരിക്കുന്നു. പിന്നെയോ ലക്ഷ്മണൻ താനുമാ വണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. ശ്രീരാമൻ എന്താണോ ചെയ്തത് അതേപോലെ ലക്ഷ്മണനും എല്ലാ അമ്മമാരെയും ആലിംഗനം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തു. അവിടെയും ശ്രീരാമൻ്റെ അതേ പാത ഇവിടെ ലക്ഷ്മണൻ പിന്തുടരുന്നു എന്ന് കാണണം. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന തത്വം എന്താണെന്ന് വെച്ചാൽ, മുതിർന്നവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുക. മുതിർന്നവർ അവരുടെ ശത്രുവിനെ പോലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു, അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നു. എന്ത് വിഷയമുണ്ടെങ്കിലും ആ വിഷയം കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ വെക്കാതെ അതങ്ങോട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും ആ പഴയ സൗഹൃദം ഉണ്ടാക്കുന്ന ആ അവസ്ഥ കണ്ടാൽ നമ്മുടെ കുട്ടികളും അതേപോലെ പഠിക്കണം. ഇത് മുതിർന്നവരിൽ നിന്നും മറ്റുള്ളവർ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള തത്വം ശ്രീരാമചന്ദ്രൻ ചെയ്യുന്ന അവസരത്തിൽ അത് കണ്ടിട്ട് ലക്ഷ്മണനും അതുപോലെ ചെയ്യുന്നു. കാരണം ഇവിടെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, മുമ്പേ ഗമിക്കുന്ന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയും പോലെ ഇത്തരത്തിൽ നമ്മൾ അവരെ കണ്ടാണ് പഠിക്കേണ്ടത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അവരെ കണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കണ്ടുപഠിക്കാൻ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവർ നമ്മളിൽ നിന്നും ഒരു നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് എല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ പഠിക്കുകയും വേണം. അതാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവനെ ഉത്തമനാക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഈ ഒരു അവസരത്തിൽ മറ്റുള്ള അമ്മമാരെല്ലാം തന്നെ ലക്ഷ്മി സമയായ ജാനകി ദേവിയെയും ഇതേപോലെ ആലിംഗനം ചെയ്തു. കാരണം ഇവിടെ ഭർത്താവിൻ്റെ സഹോദരൻ ചെയ്തതുപോലെ തന്നെ സീതാദേവിയും നമസ്കരിച്ചു. ഈ നമസ്കരിക്കുന്ന അവസരത്തിൽ ആ ലക്ഷ്മി ദേവിക്ക് സമയമായിട്ടുള്ള ആ സീതാദേവിയെ എല്ലാ അമ്മമാരും ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത്. ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനൊന്നു നിർണയം. താതനു സൗഖ്യമല്ലീനി ച മാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരയുകയാൽ. എന്തൊന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാൻ എന്തൊന്നു സൗമിത്രിയെ കണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. ധീമതാം ശ്രേഷ്ഠതാദോദന്തമാശുകേൽ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിയുക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. ഇവിടെ ആ ദുഃഖമെല്ലാം ഇതായ സമയത്താണ് സാക്ഷാൽ ഗുരു ഇതിനിടയിലേക്ക് കടന്നു വരുന്നത്. ആരാ ഗുരു?
വസിഷ്ഠനെ കണ്ടപ്പോൾ ഈ ശിഷ്യനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ നാരായണനാണ്. ആ സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള നാരായണനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രൻ തൻ്റെ ഗുരുവിനെ കണ്ടപ്പോൾ ആ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് സാഷ്ടാംഗം ആ കാൽക്കൽ നമസ്കരിച്ചു എന്നിവിടെ പറയുന്നു. പാദപൂജ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് മടിയാണ്, പാദം തൊടാൻ പോലും മടിയാണ്. ഇവിടെ സാക്ഷാൽ നാരായണനായിട്ടുള്ള മഹാവിഷ്ണു പോലും തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ആ വസിഷ്ഠൻ്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. എന്നിട്ട് വസിഷ്ഠൻ ആ ശ്രീരാമനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, അച്ഛൻ എന്താണ് എന്നോട് പറഞ്ഞയച്ചിട്ടുള്ളത്? എന്നോട് പറയാൻ വേണ്ടി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ അവിടെ സുഖം തന്നെയല്ലേ? എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ? അച്ഛൻ എന്തൊക്കെയാണ് എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ലക്ഷ്മണനോട് എന്താണ് അച്ഛൻ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നീ തരത്തിലാണ് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഒരു മുഖവുര കൂടും ഇല്ലാതെ ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ അങ്ങോട്ട് പറയാം. ഗുരുവിന് ശിഷ്യനോട് തുറന്നു പറയാം. ഗുരു മറ്റുള്ളവർക്കെല്ലാം പറയാൻ ഒരു മടിയുണ്ടാവും. അപ്പോൾ ആ കാര്യം മുതിർന്ന കാര്യഗൗരവമുള്ള ആൾക്കാർ വേണം. ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവതരിപ്പിക്കാൻ എന്നുള്ളൊരു സന്ദേശം ഇവിടെ തീരുന്നു. വളരെ നിർണായകമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവതരിപ്പിക്കേണ്ട വിധത്തിൽ അവതരിപ്പിക്കണം. എന്നാൽ മാത്രമേ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ മരിച്ചു, ആ മരിച്ചുവരെ അവരെ മക്കളോട് പറയണം. മക്കളോട് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, മക്കൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബോധക്ഷയം വരെ സംഭവിക്കും. ഹൃദയപരമായിട്ട് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് വന്നിട്ട് അവിടെ തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അത് നയപരമായി അവതരിപ്പിക്കണം. അങ്ങനെയുള്ള ആൾ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ, അല്ലാത്ത ആൾക്കാർ പോയിട്ട് അവതരിപ്പിക്കാൻ പാടില്ല. അതിവിടെ നമുക്ക് കുലഗുരുവായ വസിഷ്ഠൻ കാണിച്ചു തരികയാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നിന്നെ ഇവിടുന്ന് അന്ന് പിരിഞ്ഞു പോയല്ലോ, അന്നു മുതൽ രാജാവ് ദുഃഖത്തിലാണ്. ഭക്ഷണം പോലും കഴിക്കാതെ പൂർണ്ണമായും ദുഃഖത്തിൽ ഇങ്ങനെ ആദി പൂണ്ട് ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ, നിങ്ങളെ കാണാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനൊക്കെ വിളിച്ചുകൊണ്ടാണ് അവസാനം അദ്ദേഹം ഈ വിഷ്ണുലോകം പോയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ ദേവലോകം ചെന്ന് പൂകി എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ ദേവലോകത്ത് സന്തോഷത്തോടു കൂടി കഴിയുന്നു എന്നും കൂടി പറഞ്ഞു. അപ്പോൾ ആ പറയുന്നൊരു ഇത് നോക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവലോകം ചെന്ന് പൂക്കാൻ അറിയുക എന്ന് പറഞ്ഞത്. ദേവലോകത്തേക്ക് പോയി, നമ്മളൊക്കെ പറയുന്നത് പോലെയല്ല. ദേവലോകത്ത് പോയി അവിടെ സുഖമായി കഴിയുന്നു എന്ന വിധത്തിൽ അവിടെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യം വളരെ ഗംഭീരമായിട്ട് ഇദ്ദേഹത്തോട് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. കർണശൂലാഭം ഗുരുഭജനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണേ മുച്ചേർ വിലാപിച്ചതേറ്റവും ലക്ഷ്മണനോടും ജനനിജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതാ മാം പരിത്യജാ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹാഹദോഹം മനാദോസ്മി മാമിനീ സ്നേഹേന ലാളിപ്പദാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ. മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനുമാ വണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. ആ ഗുരുവചനം കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ സാധാരണ മനുഷ്യനായി തീരുകയാണ്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും വലിയൊരു തത്വമാണ്. മഹാവിഷ്ണുവായിട്ടുള്ള നാരായണന് അറിയാം എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.
അവിടെ ദശരഥൻ മരിച്ച വിവരവും അറിയാം. കാരണം സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ. പക്ഷേ ഈ ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യൻ്റെ രൂപം ധരിച്ചു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനൊത്ത വിധത്തിൽ എല്ലാം അനുകരിക്കണം. അതാണ് നമ്മളും ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ അനുകരിക്കണം എന്നുള്ളത്. അതൊന്നും കൂടി ഞാൻ വ്യക്തമാക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ. എന്തെന്നാൽ ഒരാളൊരു ഭർത്താവായിട്ട്, സാധാരണ മനുഷ്യനിൽ നിന്നും ഒരു ഭർത്താവായിട്ട് മാറുന്ന അവസരത്തിൽ അയാൾ എന്ത് വേണം? ആ ഭർത്താവിൻ്റെ ജോലി ഭംഗിയായി ചെയ്യണം. ഭർത്താവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതുവരെ അയാൾ ഭർത്താവായിരുന്നില്ല. അദ്ദേഹം സാധാരണ ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ വരണമെന്നില്ല, എവിടെ വേണമെങ്കിലും പോയി കിടക്കാം, കള്ളു കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു പൈസ പോലും ഉത്തരവാദിത്തത്തോട് സൂക്ഷിക്കണമെന്നില്ല. പക്ഷേ ഭർത്താവായി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ഒരു പെൺകുട്ടിയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇല്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കരുത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും പ്രാഥമികമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഇയാൾ ഏറ്റെടുക്കുകയാണ്. അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവൻ ഭർത്താവല്ല. അതോടൊപ്പം അതിലുണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ മനുഷ്യനായപ്പോൾ ആ മനുഷ്യൻ്റെ ആയിട്ടുള്ള എല്ലാ ചേഷ്ടതകളും അനുഭവിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം വനയാത്ര പോകുന്നത്. അല്ല എങ്കിൽ അദ്ദേഹം നേരെ രാമനായി ജനിച്ച് ഉയർന്നു വന്ന് നേരെ രാവണൻ്റെ അടുത്ത് പോയിട്ട് കൊന്നുകളയേ വേണ്ടു. പോരാ, അത് കൃത്യമായി ഒരു വേഷം കിട്ടിയാൽ ആ വേഷത്തിനനുസരിച്ച് ആടണമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു മകനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ മകൻ തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള സഹജീവികളെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ. മനുഷ്യനായി പിറക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് സഹജീവികളെ സംരക്ഷിക്കാനും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ, മറ്റുള്ള ജീവജാലങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ശ്രേഷ്ഠമായിട്ടൊരു മനുഷ്യജന്മം തന്നെ ഭഗവാൻ തന്നിട്ടുള്ളത്. ഇവിടെ പലരും പറയും ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, ഭാര്യമാരെ കുറിച്ച് പറയുന്നില്ല എന്ന്. എന്നാൽ ഒരു ആളുടെ ഭർത്താവാകുന്നതോടുകൂടി ആ സ്ത്രീയുടെ ചുമതലകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പുതിയൊരു ഭവനത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ബന്ധത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ലക്ഷ്മി ദേവിയെ പോലെ വിളങ്ങേണ്ടത് ആ പെൺകുട്ടിയാണ്. കല്യാണം കഴിച്ചു വരുന്ന ആ ഭർത്താവിനെ വേണ്ടുന്ന പരിചരണങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം, അതിലുണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിച്ച് അവരെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സ്ത്രീയിൽ നിക്ഷിപ്തമായിട്ടാണ് ഉള്ളത്. അത് മറന്നും കൊണ്ട് ഇന്ന് പലരും അറിയാം, പല സ്ത്രീ ബന്ധത്തിലേക്കും പല പുരുഷ ബന്ധത്തിലേക്കും പോകുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ നിരവധി കാര്യങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ജോലിയാണോ ഏറ്റെടുത്തത്, ഒരു വില്ലേജ് ഓഫീസറാണെങ്കിൽ ആ വില്ലേജ് ഓഫീസിലെ ജോലി കൃത്യമായി ചെയ്യണം. ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ അത് കൃത്യമായി ചെയ്യണം. ഒരു നാടൻ പണിക്കാരനാണെങ്കിൽ ആ പണി രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. അതേപോലത്തെയാണ് മനുഷ്യജന്മം കിട്ടി നമ്മൾ ഏത് തസ്തികയിലാണോ, ഭർത്താവാണോ, ഭാര്യയാണോ, മകനാണോ, മകളാണോ, അച്ഛനാണോ, അമ്മയാണോ, ആ തസ്തികയിലുള്ള ജോലി കൃത്യമായി ചെയ്യണമെന്നിവിടെ ശ്രീരാമനിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ദശരഥൻ മരിച്ച വിവരമറിഞ്ഞപ്പോൾ ഒരു മകൻ്റെതായിട്ടുള്ള ചേഷ്ടതകൾ എന്തൊക്കെയാണോ അതിവിടെ കാണിക്കുക. ദശരഥൻ മരിച്ചപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ദശരഥനും ശ്രീരാമനും തമ്മിൽ അത്രയേറെ ബന്ധമാണ്. കാരണം മൂത്ത മകനാണ്, അച്ഛൻ്റെ കണ്ണിലുണ്ണിയായ മകനാണ് രാമൻ. അതേപോലെ തന്നെയാണ് രാമന് അച്ഛനും. അച്ഛൻ മരിച്ചു എന്നറിയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ആ ചെവിയിൽ ശൂലം കൊണ്ട് കുത്തുന്ന തരത്തിലുള്ള വാക്കുപോലെയായിട്ടാണ് അത് തോന്നിയത്. അപ്പോൾ ആ ഗുരുവിൻ്റെ വചനം കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ഭൂമിയിലേക്ക് അങ്ങ് വീണു എന്നാണ് പറയുന്നത്. മോഹാലസ്യപ്പെട്ടു വീണു. പിന്നീട് കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ലക്ഷ്മണനും കരയാൻ തുടങ്ങി, സീതാദേവിയും കരയാൻ തുടങ്ങി. ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ, ശ്രീരാമൻ ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള മറ്റുള്ള അമ്മമാരും എല്ലാവരും പൊതുജനങ്ങളും എല്ലാവരും തന്നെ അത് വിലപിക്കാൻ തുടങ്ങി. കാരണം ശ്രീരാമൻ്റെ ആ അവസ്ഥ കണ്ടപ്പോൾ, ശ്രീരാമൻ ദുഃഖം അടക്കാൻ കഴിയാതെ ഇങ്ങനെ വിലപിക്കുന്നത് കണ്ടപ്പോൾ എല്ലാ ജനങ്ങളും കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്.
വാവിട്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ടോ എന്താ അവിടെ നടക്കുന്നത്? ശ്രീരാമൻ പറയുകയാണ് അച്ഛ, അല്ലെങ്കിൽ ഹാ താത, അച്ഛ എന്ന് തന്നെ വിളിച്ചു കരയാണ്. ഇനി എനിക്ക് ആരാണ് എന്നെ ലാളിക്കാനുള്ളത്? കൊച്ചു കുട്ടികളെ പോലെയാണ് ശ്രീരാമചന്ദ്രൻ്റെ അച്ഛൻ ദശരഥൻ പെരുമാറുക. മുതിർന്ന ആളായ പോലും മടിയിൽ പിടിച്ചിരുത്തുക, കുശലം പറയുക, അങ്ങനെ ഒരു വല്ലാത്തൊരു വാത്സല്യമായിരുന്നു. ഇനി അങ്ങനെ എന്നെ ലാളിക്കാൻ എന്നെ ആരാ ഉള്ളത് എന്ന് സ്വയം ഇങ്ങനെ വിലപിക്കുകയാണ്. അച്ഛൻ ഏത് സ്ഥലത്താണ് പോയിട്ടുള്ളത്, ഏത് ദിക്കിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് കരഞ്ഞും കൊണ്ട്. അപ്പോൾ ഇനി സ്നേഹം തരാനും ലാളിക്കാനും ആരുമില്ലല്ലോ എന്നുള്ള വിധത്തിൽ ശ്രീരാമചന്ദ്രൻ കരയുന്നതായിട്ടുള്ള ഒരു വളരെ വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ ഈ പറയുന്ന സീതയും ലക്ഷ്മണനും ഇതേപോലെ ഈ ഭൂമിയിലേക്ക് തളർന്ന് വീണുപോയി എന്നിവിടെ പറയുന്നു. ഇനി ഈ കാഴ്ച കണ്ടപ്പോൾ, ഈ വിഷമം കണ്ടപ്പോൾ വസിഷ്ഠമുനി എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ് സ്വാന്തനിപ്പിക്കാൻ വേണ്ടിയിട്ട്, സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരം മുദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതേങ്കുതിൽ സൽഫലവിന്നാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതും മധു സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത്. സ്നാനാനന്ദാനന്തരം പ്രാപിച്ചതാശ്രമം. അന്നുപവാസവും ചെയ്ത് എല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്നിച്ചു പോനാനാശ്രമേ വസിച്ചിടിനാർ. അപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വസിഷ്ഠനായിട്ടുള്ള കുലഗുരു വളരെ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സ്വാന്തനിപ്പിച്ചു. അവിടെ ഭരതനോട് നേരത്തെ പറഞ്ഞ അതേപോലെയുള്ള വാക്കുകൾ ഇവിടെ ശ്രീരാമചന്ദ്രനോടും പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ അത് ആവർത്തിച്ചിട്ടില്ല. ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് മക്കൾ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. പിതൃക്കൾക്ക് പിണ്ടം സമർപ്പിക്കുക എന്നുള്ളത്, ബലികർമ്മം ചെയ്യുക എന്നുള്ളത്. ആ പിണ്ടം സമർപ്പിക്കുന്നതിനെ കുറിച്ച് രാമായണത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു പ്രധാനമായ സംഭവം. പലരും ആ കാര്യമല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്നാണ്, അതാണ് ഉത്തമമെന്നാണ് ഇവിടെ വേദങ്ങളിലുള്ള ഇത് എന്ന് പോലും ഇവിടെ പറയുന്നത്. വേദങ്ങളിൽ അങ്ങനെയാണുള്ളത്, വേദസ്മൃതികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വേദങ്ങളിലുള്ള അതേപോലെ ചെയ്യുന്നതാണ് ഉത്തമം. നമ്മൾ ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത്, ആ കഴിക്കുന്ന ഭക്ഷണം ഈ പിണ്ടമായി സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ വളരെ കലുഷിതമായിട്ട്, അല്ലെങ്കിൽ മനസ്സിനെ ഒരു സംശയത്തിലുണ്ടായി നിർത്തുന്ന ഒരു ഭാഗമാണിത്. ഈ തരത്തിലാണ് പല സ്ഥലങ്ങളിലും കർമ്മം ചെയ്യുന്നത്. കേരളത്തിലൊഴികെ ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനെയാണ്. കേരളത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും മറ്റൊരു ആരാധന രീതികളിൽ പോലും വളരെയേറെ വ്യത്യാസമുള്ളത്. നമുക്കറിയാം, നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ ദേവന് കൊടുക്കുന്നത് ആപ്പിള്, മുന്തിരി, പഴങ്ങൾ, ഫ്രൂട്ട്സുകൾ, ലഡു, അങ്ങനെ മധുര പലഹാരങ്ങളെല്ലാം ദേവന് അവിടെ കൊടുക്കുക. എന്നാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വസ്തുക്കളല്ല കൊടുക്കുന്നത്. ഇവിടെ ത്രിമധുരം, 3 മധുരങ്ങൾ ചേർത്തിട്ടുള്ള അത്, പാൽപ്പായസം, ശർക്കര പായസം, വെള്ളനിവേദ്യത്തിന് ഹവ്യം എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് നമ്മളിവിടെ ദേവന് സമർപ്പിക്കുന്നത്. ഇനി നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുന്നതും
എന്താണ് ഹവ്യത്തിന് പകരം കവ്യം എന്ന് പറയുന്നതാണ്. എള്ളും ചോറും കുഴച്ചുണ്ടാക്കുന്ന ഒരു വസ്തു മനുഷ്യൻ കഴിക്കാത്തത്. കേരളത്തിൻ്റെ പിതൃബലി സമ്പ്രദായം വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കാശിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ഒന്നുകിൽ അരിമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ കുഴച്ചിട്ട് അതിൻ്റെ വേവിക്കാത്ത ഉണ്ടയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർ മധുര പലഹാരങ്ങളോ ഫ്രൂട്ട്സോ വെക്കാറുണ്ട് ആ കർമ്മത്തിനിടയിൽ. അത് ഒരു അംശം മുഴുവനല്ല, ഇത് അവിടെ വെക്കും. പക്ഷെ ഈ ദർഭപ്പുലിൻ്റെ മുകളിൽ വെക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഉരുട്ടിയിട്ടുള്ള, നമ്മളിവിടെ ചോറ് വെക്കുന്നതിന് പകരം അവിടെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ പിതൃകർമ്മത്തിന് അവിടെ ചെയ്യുന്നത്, ശ്രീരാമൻ ആ വനത്തിൽ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന വസ്തുവായിട്ടുള്ള ഓടപ്പിണ്ണാക്ക് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. അവിടെ അതാണ് ഉണ്ടായിരുന്നത്. അത് തേനിൽ ചാലിച്ചിട്ട്, ആ ഓടപ്പിണ്ണാക്ക് തേനും കൂടി കൂട്ടിക്കുഴച്ചിട്ട് അതാണ് ഇവിടെ പിണ്ടമായി സമർപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അത് ശ്രീരാമൻ ആ സമയകാലത്ത് ആ വനത്തിൽ വെച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനമായിരുന്നു ഓടപ്പിണ്ണാക്കും തേനും കൂട്ടി കഴിക്കുന്നൊരു ഭക്ഷണം. അപ്പോൾ അതാണ് അവിടെ കഴിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ വേദസ്മൃതികളിൽ പറയും വിധത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ആചാരവിധി പ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ ചെയ്താൽ ഒരു ദോഷമില്ല. നമുക്ക് സ്വന്തമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെയ്താൽ ദോഷമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതിനുശേഷം കുളി കഴിഞ്ഞ് ആ അശുദ്ധി ഉണ്ടല്ലോ അറിയുന്ന സമയം മുതൽ പുല ബാധിച്ചു. നമ്മുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ യഥാവിധി നമ്മൾക്ക് പുലയുണ്ടാകുന്നു. എന്നാൽ ആ മരിച്ച വിവരം നമ്മൾ അന്നേരം അറിഞ്ഞിട്ടില്ല, പിന്നെ എപ്പോഴെങ്കിലുമാണ് അറിയുന്നതെങ്കിൽ ആ സമയത്താണ് പുല വരുന്നത്. ആ പുല ഒരു കുളി കഴിഞ്ഞാൽ തീരും, കർമ്മം ചെയ്ത് കുളി കഴിഞ്ഞാൽ തീരും എന്നുള്ളതിനാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ ആ പുല അറിഞ്ഞു, ആ കർമ്മം ചെയ്തു. അതിനുശേഷം പുണ്യാഹം തെളിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് അടശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അന്നത്തെ ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. ഈ പുലയുള്ള ദിവസം, പുല അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉപവാസം ചെയ്തു, കിടന്നുറങ്ങി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചതിന് ശേഷം വീണ്ടും മന്ദാകിനി നദിയിൽ പോയി കുളിച്ച് വന്ന് ആശ്രമത്തിൽ എത്തി. ഇനി ആണ് ഭരതൻ വന്ന കാര്യവും ശ്രീരാമനും തമ്മിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അന്നേരം ആശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ട് അടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം. ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീതമേ. മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതൂ ദയാനിധേ. ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാധ്യായ ഭക്തി പൂണ്ടിത്തം മുര ചെയ്തു. ദണ്ഡനമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും.
എന്താ പറഞ്ഞെന്നറിയോ? ഈ ഭരതൻ ശ്രീരാമൻ്റെ ആ പർണശാലയിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് പറയുകയാണ്, ഏതായാലും ഞാൻ വന്ന കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഭിഷേകത്തിന് വേണ്ടുന്ന എല്ലാ സംഭാരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം അങ്ങ് ക്ഷമയോടുകൂടി കേൾക്കണം. അതിനുശേഷം ഇങ്ങോട്ട് അഭിപ്രായം പറയാവൂ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല, അതിനു മുമ്പേ തിരിച്ച് ഇങ്ങോട്ട് പറയും. നമ്മൾ ആദ്യം വേണ്ടത് നല്ലൊരു ശ്രോതാവാകണം. ആരായിക്കോട്ടെ, കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ കേൾക്കാം. കേട്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ട് മറുപടി പറയാം. ഇവിടെ അതാണ് ഭരതനും പറയുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങ് പെട്ടെന്നൊന്നും ക്ഷോഭിക്കാൻ പാടില്ല, വിഷമിക്കുകയും ചെയ്തത്. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കണം. അതിനുശേഷം വേണം അങ്ങ് മറുപടി പറയാൻ. എന്താണ്? ഞാൻ അഭിഷേകത്തിന് വേണ്ടുന്ന എല്ലാ സംഭാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി താമസിക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് എന്ത് വേണം? അഭിഷേക കർമ്മം ഇവിടെ വെച്ച് തന്നെ ചെയ്യണം. എന്നിട്ട് അങ്ങ് രാജ്യം പരിപാലിക്കണം. ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് മൂത്ത ആളാണ് രാജാവാകേണ്ടത്, രാജ്യം പരിപാലിക്കേണ്ടത്. അങ്ങ് അത്തരത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രജാപരിപാലനം ചെയ്ത് അശ്വമേധാദി തുടങ്ങിയിട്ടുള്ള യാഗങ്ങളെല്ലാം ചെയ്ത് കീർത്തിയുണ്ടാക്കി വിശ്വത്തിലെല്ലായിടത്തും അങ്ങയെക്കുറിച്ചുള്ള ആ കീർത്തിയുണ്ടാക്കി നിരവധി മക്കളെയൊക്കെ ഉണ്ടാക്കി രാജ്യം മക്കൾക്ക് കൊടുത്തതിന് ശേഷം വേണം വനത്തിലേക്ക് പോകാൻ. അപ്പോൾ ഈ സമയം അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സമയവുമാണ്, അതിനുവേണ്ടി അങ്ങ് സമ്മതിക്കണം. അമ്മയുടെ ദുഷ്കൃതം കാരണം അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങ് ഒരിക്കലും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ ഭരതൻ നേരെ ഈ കാൽക്കൽ അങ്ങ് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആരുടെ? ശ്രീരാമചന്ദ്രൻ്റെ. അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തു എന്നാണ് പറയുന്നത്. നല്ല അറിവും കഴിവും പ്രാപ്തിയുമുള്ളവനാണ് ഭരതൻ. കാരണം ഭരതനെ സംബന്ധിച്ചിടത്തോളം നല്ല പണ്ഡിതനാണെന്ന് പറയാൻ കാരണം ഈ പറയുന്ന സ്വത്ത് മുഴുവൻ കിട്ടിയിട്ടും യഥാർത്ഥത്തിലുള്ള രാജധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അത് മുഴുവൻ തന്നെ ശ്രീരാമൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്ന ആ ഒറ്റ പ്രവൃത്തി കണ്ടാൽ മതി ഭരതൻ്റെ പാണ്ഡിത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിൽ ഇതെല്ലാം പറഞ്ഞ് ഈ പറയുന്ന ഭരതൻ ആ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അങ്ങ് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ശ്രദ്ധിക്കാം. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.